എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും ഞങ്ങൾ ഒന്നിച്ച് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള നിഷ്കളങ്കനായ നല്ല ഒരു നടനാണ് പ്രേംകുമാർ. നടൻ എന്നതൊഴിച്ചാൽ അദ്ദേഹം ഒരു കാപട്യവുമില്ല. നടനുള്ളതൊരു കുറവായിട്ടല്ല ഞാൻ പറഞ്ഞത്. നടനം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഇഷ്ടമുള്ള റോൾ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. അതൊഴിച്ചാൽ അദ്ദേഹം വളരെ പച്ചയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിന് ഒന്ന് പോവുകയോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ എന്തോ ചെയ്തു. അത് വലിയ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വലിയ പാതകമൊന്നുമല്ലല്ലോ. ചാൻസ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെ വെട്ടി. അദ്ദേഹത്തിനെ ആക്കിയത് തന്നെ ഈ വരേണ്യവർഗ ഗ്രൂപ്പ് ആക്കിയതിന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരിക്കലും നേരിട്ടാക്കത്തില്ലായിരുന്നു. അന്ന് മാധവ് ചലച്ചിത്ര അക്കാദമിയിൽ നമ്മുടെ അതിൻ്റെ പ്രധാനപ്പെട്ട നായകൻ പെണ്ണ് കേസിൽ പിട്ടിവിട്ട് അങ്ങ് മാറിയപ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാത്ത മാറ്റിയപ്പോൾ താഴെ ഇരുന്ന ആളിന് വൈസ് ചെയർമാനായിട്ടിരുന്ന ആളിന് ചെയർമാൻ ചാർജ് കൊടുത്തു. അല്ലാതെ നേരിട്ട് പ്രേംകുമാറിനെ ആക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. കാരണം ഇതൊക്കെ ഒരു വരേണ്യവർഗത്തിന് വേണ്ടി ഉള്ളതാണ് ഇതെല്ലാം മാറ്റിവെച്ചിരിക്കുന്നത്. പ്രേംകുമാർ അന്ന് ഒന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. ഇപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ചാനലുകളെല്ലാം വന്ന് പറയുന്നു, വളരെ വിഷമത്തോട് പറയുന്നു. പ്രേംകുമാർ മനസ്സിലാക്കേണ്ടത് അങ്ങ് ശരിക്ക് കേരളത്തെ പഠിച്ചിട്ടില്ല, ഇപ്പോഴെങ്കിലും പഠിച്ചത് സന്തോഷം. സച്ചിദാനന്ദൻ കരഞ്ഞാൽ അതിൻ്റെ കണ്ണീരൊപ്പാൻ രാജീവ് പോവും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി പോവും, അശോകൻ ചരിവിൽ പോവും, നടുവിൽ അശോകൻ നടുവിൽ പോവും. പ്രേംകുമാർ കരഞ്ഞ ആരും വരില്ല. പ്രേംകുമാറെ ഇവിടെ ആരാധന, പ്രതിഷ്ഠ, വിഗ്രഹം, മനുഷ്യബിംബത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. മനുഷ്യ വിഗ്രഹങ്ങൾ, മനുഷ്യബിംബങ്ങൾ, മനുഷ്യ ആരാധന ഇതെല്ലാം ഉണ്ട്. അതിലൊരു വരേണ്യവർഗമാണ്. അവർക്ക് എന്തും ചെയ്യാം. നിങ്ങളെ കൂട്ടുകാരൻ മണിയമ്പിള്ള രാജു മദ്യപിച്ചിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോയി. എന്താ ചെയ്തിരിക്കുന്നത്? അയാൾക്ക് തോന്നിയ സമയത്ത് പോലീസ് വിളിച്ച് പറഞ്ഞു, ഇതുവരെ കേസെടുത്തിട്ടില്ല. കേസെടുത്തു എന്നാണ് പറയുന്നത്, ഇതുവരെ അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല, അതിൻ്റെ കാർ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാർ ഓടിച്ചിരുന്നത് വേറെ ആരോ എന്നാണ് പറയുന്നത്. അത് മണിയമ്പിള്ള രാജുവിന് ചെയ്യാം, കാരണം രാജു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ്. ശ്രീറാം വെങ്കട്ടരാമൻ IAS MM ബഷീറിനെ കാറിടിച്ച് കൊല്ലാം രാത്രി. എന്നിട്ട് അവരെ വീട്ടുകാർക്ക് കുറച്ച് ആനുകൂല്യവും സാന്ത്വനമൊക്കെ കൊടുത്തപ്പോൾ വീട്ടുകാരും മിണ്ടാതിരിക്കുന്നു. കേസുമില്ല, പത്രക്കാർക്ക്. അത് ബഷീറായതുകൊണ്ടാണ്. ആ ബഷീറിന് അതൊരു വരേണ്യവർഗ്ഗക്കാരനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ സമരം വേറെ രൂപം മാറുമായിരുന്നു. ജാതിക്കാരെങ്കിലും ഇറങ്ങിയാൽ. ഇത് ബഷീറിന് വേണ്ടി ആരിറങ്ങാനാണ്? ഇത് കേരളമാണ് സാർ. ഇവിടെ മധുവിനെ അടിച്ചു കൊന്നാൽ ആരും ചോദിക്കാനില്ല. അതേസമയം വേറെ ചിലർക്ക് ചെറിയ ചൊറിച്ചിൽ വന്നാൽ എന്തൊരാവേശമാണ് മലയാളിക്ക്. മലയാളി ഇങ്ങനെയാണ്. ഇവിടെ എല്ലാം ജാതിയൊന്നുമല്ല. അത് നിങ്ങൾ ഈ ബ്രാഹ്മണൻ, നമ്പൂരി, നായർ, അങ്ങനെ ബ്രാഹ്മണൻ, ഈഴവ, ക്രിസ്ത്യൻ ജാതിയൊന്നുമല്ല. ഒരു വരേണ്യവർഗം, ഒരു സെലിബ്രിറ്റി വർഗം. അവർ ഏമ്പക്കം വിട്ടാനും കൂടെ വാർത്തയാണ്, എല്ലാം വാർത്തയാണ്. അവരുടെ പിറകിലാണ് ചാനലുകൾ, അവരുടെ പിറകിലാണ് പിന്നെ എല്ലാ മീഡിയവും, അവരുടെ പിറകിലാണ് സോഷ്യൽ മീഡിയ. കണ്ടിട്ടില്ലേ ചില കളക്ടർമാരെയൊക്കെ അടിച്ച് പൊക്കി ഹൈപ്പിൽ കൊണ്ട് നിർത്തണം കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ചെയ്തിട്ടാണോ? അതങ്ങനെയാണ് കേരളം. അതുകൊണ്ട് കേരളത്തെ മനസ്സിലാക്കാൻ പ്രേംകുമാറിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനം. കരഞ്ഞ് കണ്ണുനീര് തീർക്കേണ്ട, ഇതാണ് യഥാർത്ഥ കേരളം. ഇവിടെ സച്ചിദാനന്ദൻ കരഞ്ഞാൽ കണ്ണീരൊപ്പാൻ, അല്ലെങ്കിൽ കണ്ണീർ കടലായി പോയാലോ സച്ചിദാനന്ദൻ ഒരുപാട് കരഞ്ഞാൽ, സാറാ ജോസഫ്മാരുണ്ടാവും, മറ്റ് സാഹിത്യകാരന്മാരുണ്ടാവും, കൽപ്പറ്റ നാരായണന്മാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മുടെ പ്രേംകുമാർ കരഞ്ഞാൽ ഭാര്യയും മക്കൾ പോലും കാണില്ല. കുറച്ച് കഴിയുമ്പം മോങ്ങാതൊരിടത്ത് പോയി ഇരിക്കും മനുഷ്യ എന്ന് അവരും പറയും.